വർത്തമാനകാലത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ ആരംഭിക്കുന്നു. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ആദ്യ കവിതയുമായി വേദിയിലേക്ക് എത്തുന്നത് അമൃതരാജാണ്. സൗഹൃദം എന്ന വിഷയം, ഏതാണ് കവിത? മഹാകവി ഉള്ളൂരിൻ്റെ കർണഭൂഷണം എന്ന കവിതയിലെ കർണനും ദുര്യോധനുമായുള്ള സൗഹൃദം അച്ഛനായ സൂര്യഭഗവാനോട് പറയുന്ന ഒരു ഭാഗമാണ് ഞാനിവിടെ ചൊല്ലുന്നത്. ആരടാ നീയൊരു സൂതനല്ലേ, നിനക്ക് രാജഗോഷ്ഠിയിൽ എന്തു കാര്യം? ഭാരത സാമ്രാജ്യ സാർവഭൗമാത്മജൻ വീരനാം അർജുനൻ കർണ, നീയോ വാരുറ്റ തൽകീർത്തി വാഴ്ത്തേണ്ടവൻ മാത്രം. മാറി നില്ലെന്തിനീ വ്യർത്ഥാടോപം? ആരതെന്നങ്ങോട്ടു നോക്കിനേൻ ആവാദി ശാരദ്വതാചാര്യൻ ശാന്തം പാപം ഭംഗത്തിൽ നിൽക്കവേ കേട്ടേൻ എൻ തോഴൻ തൻ വൻഗദാസ്ഫാലനം അല്ല വാക്യം. ബാഹുജവംശങ്ങൾ പണ്ടോരോ വീരർ തൻ ബാഹുക്കൾ നട്ടു തഴച്ചതല്ലി. നൂനും എൻ കർണനും അബ്ബാഹുവുണ്ടങ്ങേക്കാനെ കാൺമാനും വെള്ളെഴുത്തോ. സൂതൻ പോൽ സൂതകുലത്തിനു പാതിത്യമെന്തിത്ര പറ്റിപ്പോയി. നാൻമുഖൻ ഇന്നലെ സൂതനായി വാണവൻ, നാരായണൻ നാളെ സൂതനാവോൻ. മന്നനല്ലെന്നങ്ങു ചൊന്നോരൻ തോഴനെ മന്നനായി വാഴിപ്പനിക്ഷണം ഞാൻ, മന്നനായി വാഴിപ്പനിക്ഷണം ഞാൻ. രാജാവു താൻ കർണൻ തന്മിത്രം ഭാരത രാജാധിരാജകുമാരനെങ്കിൽ. ഇത്തരം വാക്കുരച്ചെന്നെ എടുത്തൊരു ഭദ്രാസനത്തിൽ ഇരുത്തിത്തോഴർ ഗംഗാജലത്തിനാൽ കുംഭാഭിഷേകം ചെയ്തങ്കാവനീശ്വരൻ ഞാനെന്നോതി. പൊന്മുടി മൗലിയിൽ ചാർത്തിയും താൻ തന്നെ വെൺമണിഛത്രം പിടിച്ചും വേഗാൽ ചാമരം വീശിയും നിന്നു. കൃപരോടാരീ മന്നനാരെന്നു ചോദ്യം ചെയ്താൻ. അങ്കേശ വെല്ലുക വെല്ലുക സംഗ്രാമരംഗാലങ്കാര മണിത്തിടമ്പേ, ഞാനിനി അങ്ങേക്കു സൂതൻ എന്നോതിനാൻ ദീനൻ കൃപാചാര്യൻ സാധുവാദി. നിശ്ചയത്തിനൊട്ടും താമസിച്ചില്ല, തന്നച്ഛനോടൊന്നുമേ ചോദിച്ചില്ല. 99 സോദരർക്കോരോരോ മണ്ണിടം വേണമെന്നോർമ്മിച്ചില്ല. ഊനമറ്റിത്തരമദിനമെന്നുടെ മാനത്തെ രക്ഷിച്ച മർത്യസിംഹം. ദാനമാം നൊയിമ്പു ഞാൻ നോൽക്കുമാർ എന്നെ സ്ഥാനത്തിലേറ്റിന രാജരാജൻ. ആ മഹാനേകൻ എൻ പ്രാണനിൽ പ്രാണൻ, ഞാനാമഹി ഭർത്തൃപിണ്ഡോപജീവി. ഈ ഘട്ടമെൻ മനോഭിത്തിയിൽ നിന്നാരുമായിക്കിലും മായാത്ത ചിത്രം തന്നെ. ആഹാ ജയിപ്പൂ വിജയിപ്പൂ ഞങ്ങൾ തൻ സൗഹാർദ്ദം സൗഭ്രാത്രം സർവോത്കൃഷ്ടം. എന്നോമൽ തോഴരെ എന്നു ഞാൻ കാൺകിലും നന്ദിയാമീശന്നു നന്ദിയായി. ലോകത്തെ മാത്രമല്ലെന്നെ മറപ്പൂ ഞാൻ, അഹന്ത ദൈവത്തെ സർവത്തെയും. മൽപ്രാണബന്ധുവിനക്രീതദാസൻ ഞാൻ, തൽപാപഭാഗിതാൻ തർക്കമില്ല. ഞാനും സുയോധന രാജകുമാരനും നൂനം പരസ്പര പ്രേമബദ്ധർ. ആഹാ ജയിപ്പൂ വിജയിപ്പൂ ഞങ്ങൾ തൻ സൗഹാർദ്ദം സൗഭ്രാത്രം സർവോത്കൃഷ്ടം. ആഹാ ജയിപ്പൂ വിജയിപ്പൂ ഞങ്ങൾ തൻ സൗഹാർദ്ദം സൗഭ്രാത്രം സർവോത്കൃഷ്ടം. സൗഹാർദ്ദം സൗഭ്രാത്രം സർവോത്കൃഷ്ടം.
അമൃതരാജ് ചേച്ചി. നന്നായി തന്നെ ചൊല്ലി എന്ന് എനിക്ക് തോന്നുന്നു. ചോദിക്കാം നേരം കളയാതെ തന്നെ. മുരുകൻ സർ. അമൃതരാജ് സാർ. ഭംഗിയായി ചൊല്ലി, വ്യത്യസ്തമായി ചൊല്ലി, ശക്തമായി ചൊല്ലി. ആരടാന്നൊക്കെ കേട്ട് തുടങ്ങിയപ്പോൾ ഞാൻ പേടിച്ചു പോയി. നന്നായി, തുടക്കമൊക്കെ നന്നായി. ഓരോ ഭാവവും അതിനിണങ്ങുന്ന രീതിയിൽ ആലപിച്ചു എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായിരുന്നത്. അത് ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തിയെങ്കിലും അതൊന്നും ഫീൽ ചെയ്യില്ല. ഒന്നിൽ നിന്ന് വേറെ നിലയ്ക്ക് മാറാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നതായിട്ടൊരു തോന്നലേ ഉണ്ടാക്കാതെ നന്നായി സ്ഫുടമായി ആലപിച്ചു. ആശംസകൾ. അമൃതരാജെ, എന്തോ സാർ? അതിഗംഭീരമായി. നന്ദി സാർ. അമൃതരാജ് ഓരോ കവിതയും പൊക്കിയെടുത്തുകൊണ്ട് വരുമ്പോൾ ഞങ്ങളിങ്ങനെ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. എന്ത് സ്വർണ്ണമാണ് തെളിഞ്ഞു വരുന്നത്. ഉള്ളൂർ എസ് പരമേശ്വരയ്യരെ മലയാളം വേണ്ട വിധം മാനിച്ചിട്ടില്ല എന്നൊരു സങ്കടം എപ്പോഴും മനസ്സ് കൊണ്ടുനടക്കുന്ന ഒരാളാണ് ഞാൻ. കർണഭൂഷണം ഒന്നാന്തരം കാവ്യമാണ്. ഒരു ഭാഗത്തും ഒരു കുഴപ്പവും ഇല്ലാതെ കൃപരോട് ആരീ മന്നനാരെന്ന ചോദ്യം ചെയ്താൻ അല്ലേ, അവിടെ ഒന്ന് തെളിയേണ്ടതുണ്ടായിരുന്നു. കൃപരോട് ആരീ മന്നൻ ആരെന്ന് ചോദ്യം ചെയ്താൻ, അവിടെ ഒന്ന് തെളിയാൻ ചെറുതായിട്ട്, അത്ര മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഗംഭീരമായി. മനസ്സിലായി അമൃതരാജ്. നന്ദി സാർ. ഈ ഒരു സൗഹൃദത്തിൻ്റെ ആ ഒരു തീം, അതിനെ ഈ കവിത കഴിഞ്ഞിട്ട് അതിനിടയ്ക്കുള്ള വരി വീണ്ടും ചൊല്ലി അതിനെ ഒന്നുകൂടെ ഒന്ന് ബലപ്പെടുത്തി അല്ലേ. ഈ കവിത ഒന്ന് റീഡിഫൈൻ ചെയ്യാനായിട്ട് അമൃതരാജ് നടത്തുന്ന ശ്രമം, ഈ കവിത എന്നല്ല എല്ലാ കവിതയിലും അമൃതരാജ് അത്തരം ഒരു ശ്രമം നടത്തുന്നുണ്ട്. അത് ഗുരുവിൻ്റെ ഭാഗത്തുനിന്നുള്ള സഹായമായാലും ശരി, അമൃതരാജ് അതിനൊരു വ്യത്യാസം വരുത്തണമെന്നുള്ളൊരു മനഃപൂർവ്വമായൊരു ശ്രമം ഓരോ കവിതയുടെ പുറയിലുമുണ്ട്. അതിൻ്റെ എന്താ പറയുക, അത് തന്നെയാണ് ഈ കവിതയിൽ ഞങ്ങൾ കണ്ടത്. ആ ഒരു ശ്രമത്തിന് എല്ലാവിധ ആശംസകളും. നന്ദി സർ. അമൃതരാജ്, നമ്മുടെ 3 വിധികർത്താക്കളും വളരെയധികം സന്തോഷത്തിലാണ്. ഇപ്പൊ അമൃതരാജിനെക്കാട്ടിലും തിടുക്കം എനിക്കാണ് എന്തായിരിക്കും ഈ കവിതയ്ക്ക് കിട്ടുന്ന മാർക്ക് എന്നറിയാൻ വേണ്ടിയിട്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ചോദിക്കാം. മുരുകൻ സർ, 30-ൽ എത്ര മാർക്ക്? 30-ൽ 28. 28 മാർക്കാണ്. ആലങ്കോട് സർ? 40-ൽ 37 മാർക്ക്. 40-ൽ 37 മാർക്ക്. ശ്രീകുമാർ സർ? 30-ൽ 28. 100-ൽ 93 മാർക്കാണ്. പക്ഷെ എന്നാലും അന്തിമ പോരാട്ട വേദി, നമ്മുടെ ഗ്രാൻഡ് ഫിനാലയിൽ എത്തുമോ എന്നറിയാൻ കുറച്ചു നേരം കൂടെ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം.